കുട്ടികളിൽ അനുഭവപ്പെടുന്ന റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇതിന് പരിഹാര മാർഗങ്ങളുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. പഠനങ്ങൾ അനുസരിച്ച് 2 വയസ്സാവുമ്പോഴേക്കും ഒരു കുട്ടി പ്രീ റൈറ്റിംഗ് സ്കിൽസ് അതിനോടനുബന്ധമായിട്ടുള്ള ആക്ടിവിറ്റീസ് കാണിച്ചു തുടങ്ങും. എന്നാൽ ഈ റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് കറക്റ്റ് ഏജിൽ നടക്കണമെന്നില്ല. അവർക്ക് ഈ ഏരിയാസിലൊക്കെ ഡിലേ അനുഭവപ്പെടുന്നതാണ്. ഡിസ്ഗ്രാഫിയ അഥവാ റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് എന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. ഇത് എഫക്റ്റ് ആകുന്നത് കുട്ടികളുടെ റൈറ്റിംഗ് ഏരിയാസിലുമാണ്. ഇങ്ങനെ റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്ന കുട്ടികൾക്ക് റൈറ്റിംഗ് എന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ്സ് തന്നെയാണ്. ഇവിടെ റൈറ്റിംഗ് ഡെവലപ്പ് ആകുന്നതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ ഏരിയാസിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് സാധാരണഗതിയിൽ ബ്രെയിൻ ഫങ്ഷൻ സ്മൂത്ത് ആകുന്നതോടൊപ്പം തന്നെ മറ്റു പല ഏരിയാസിലും ഡെവലപ്മെൻറ്റ് നടക്കേണ്ടതുണ്ട്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കുഞ്ഞ് പെൻസിൽ ഫൈൻഡ് ചെയ്ത് അതെടുത്ത് അതിനെ ഹോൾഡ് ചെയ്ത് പെൻസിലും ബുക്കും തമ്മിലുള്ള ആ പ്രസ്സിങ്, പെൻസിൽ ഗ്രിപ്പ്, അത് സംഭവിക്കുന്നതൊക്കെ ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഈ ഏരിയാസിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക്, അതായത് ഈ മസിൽസ് ഫങ്ഷൻസിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ആക്ടിവിറ്റി നടക്കണം എന്നില്ല. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സ്പേഷ്യൽ പെർസെപ്ഷൻസ് എന്ന് പറയും. അതായത് കുട്ടി എഴുതി തുടങ്ങുമ്പോൾ വേർഡ്സ് തമ്മിൽ, ലെറ്റേഴ്സ് തമ്മിലൊക്കെയുള്ള സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുട്ടിക്കൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അടുത്തൊരു പോയിന്റ് നമ്മൾ ചിന്തിച്ചാൽ എബിലിറ്റി ടു ഹോൾഡ് ദ മെമ്മറി എന്ന് പറയും. എന്ന് വെച്ചാൽ കുട്ടികൾ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ അക്ഷരങ്ങൾക്ക് സൗണ്ടുകളുണ്ട്. അവ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വേർഡ്സ് ആകുക. വേർഡ്സ് തമ്മിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സെൻറ്റൻസിൻ്റെ ഇടയിൽ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കുട്ടി സ്കൂളിൽ പോയി പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ, പുതുതായി പഠിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടി ഒരു ബുക്കിലേക്ക് റിട്ടൺ ലാംഗ്വേജിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഈ പഠിച്ചു വെച്ച കാര്യങ്ങളെ ബുക്കിലേക്ക് എത്തിക്കാൻ ആ കുട്ടിക്ക് പറ്റണം. ഇവിടെയൊക്കെ ഒരു മെമ്മറിയിൽ ഈ പഠിക്കുന്ന കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റിയും കുഞ്ഞിന് നടക്കേണ്ടതുണ്ട്. റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ മേഖലയിലും വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകും. ഇപ്പം നമ്മൾ കണ്ടത് റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് എങ്ങനെ സംഭവിക്കുന്നു, ഈ കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസും അവരെ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സും ഇതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ അവിടെ ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോഴ്സ് ഡെവലപ്മെൻറ്റ്, അതിന് മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റും അതോടൊപ്പം തന്നെ സെൻസറി പ്രോസസ്സിംഗ് സ്കിൽസും ഇവിടെ അച്ചീവ് ചെയ്യുമ്പോൾ ഒരു പരിധിവരെ കുഞ്ഞുങ്ങളെ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിനായിട്ട് ഈ തെറാപ്പിസ്റ്റിന് കുട്ടികളെ സഹായിക്കാനായിട്ട് പറ്റും. ഇതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഈ ഏരിയയിൽ അവരെ വേണ്ട രീതിയിൽ സഹായിക്കുന്നതിനായിട്ട് ഈ എഡ്യൂക്കേറ്ററിന് സാധിക്കും. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് വേണ്ട മൾട്ടി സെൻസറി ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക് ലെവലിലുള്ള കുട്ടികൾക്ക് അതിലേതാണോ വേണ്ടത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് ഈ ടീച്ചറിന് കുട്ടിയുടെ കൂടെ ആയിരിക്കുമ്പോൾ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്തു കൊടുത്ത് അവനെ സഹായിക്കുന്നതിനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ കുട്ടിയുടെ പ്രീ റൈറ്റിംഗ് സ്കിൽ എവിടെ നിൽക്കുന്നു, അവന് ഏത് ആക്ടിവിറ്റിയിൽ കൂടെ അവനെ കൊണ്ടുപോയാൽ, അവനെ ഗൈഡ് ചെയ്താൽ അവന് എത്രയും പെട്ടെന്ന് റൈറ്റിംഗ് സ്കില്ലിലേക്ക് എത്തും എന്നതിനെപ്പറ്റി ഈ ഒരു ടീച്ചറിന് ഒരു അവയർനെസ് ഉണ്ടായിരിക്കും. അതായത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതോടൊപ്പം തന്നെ അവന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ്, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ കുട്ടിയെ കൈകാര്യം ചെയ്യുക. ഈ സമയത്ത് മുഴുവൻ കുട്ടിയുടെ കൂടെ ഒരു മെൻറ്റർ ആയിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കമ്പാനിയൻ ആയിരുന്നു കൊണ്ടാണ് ഈ ടീച്ചർ കുട്ടിയെ സഹായിക്കുക. അവനെ എൻകറേജ് ചെയ്തുകൊണ്ട് അവൻ്റെ സെൽഫ് എസ്റ്റീം വളർത്തി
അവനെ ഈ റൈറ്റിംഗ് മോഡിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അവനോടൊപ്പം വർക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു ടീച്ചറിനെ കിട്ടുമ്പോൾ കുട്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സോണിൽ നിന്നും അവൻ്റെ സെൽഫ് സോണിലേക്ക് എത്തി അവിടെ ഈ റൈറ്റിംഗ് ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങും. ഞാനിപ്പോൾ ഇവിടെ ചെറുതായ രീതിയിൽ നിങ്ങളോട് പറഞ്ഞത് റൈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നു, ഏത് രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ അവനെ കറക്റ്റായിട്ടുള്ള ഒരു ട്രാക്കിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവനെ നമുക്ക് ഒരു പരിധിവരെ സഹായിക്കാനായിട്ട് സാധിക്കും.